സംസ്ഥാനത്ത് ഹർത്താൽ 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പല കോണുകളിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും വാഹനങ്ങൾ തടയുന്നുണ്ട്. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഹർത്താൽ ഭാഗികമാണ്. എറണാകുളം പറവൂരിലും കോഴിക്കോട് പേരാമ്പ്രയിലും കൊല്ലം കുണ്ടറയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടുമുണ്ട്. ആദ്യം കൊല്ലത്തേക്കാണ് പോകുന്നത്. മനോജ് ഉണ്ട്, അവിടെ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനോജ്, കുണ്ടറയിൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്, ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിൽ പ്രകടനം നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പലയിടത്തും കൊല്ലത്തിന്റെ പല കോണുകളിലും ഹർത്താൽ ഭാഗികമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണ് ഈ മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? രാഗി, കൊല്ലം നഗരം വിട്ടുകഴിഞ്ഞാൽ കുണ്ടറയായാലും കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും ഒക്കെ ഹർത്താൽ അനുകൂലികൾ റോഡിൽ തന്നെയുണ്ട്. ഈ കുണ്ടറ മുളവനയിലാണ് രാവിലെ KSRTC ബസ്സുകൾ തടഞ്ഞത്. അതോടൊപ്പം തന്നെ കാരാളിമുക്കിലും ബസ്സുകൾ തടഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കരയിലും ഈ ഹർത്താൽ അനുകൂലികൾ അവിടെ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇടങ്ങളിലെല്ലാം കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കരുനാഗപ്പള്ളിയിൽ നിരവധി പ്രവർത്തകർ ഒരു പ്രകടനം നടത്തി. അവിടെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. പലയിടത്തും ഇത്തരത്തിൽ തന്നെയാണ്, കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ കൊല്ലം നഗരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നഗരത്തിൽ ഇപ്പോഴും KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടകളൊക്കെ പലയിടത്തും തുറന്നിട്ടുണ്ട്, കച്ചവടവും നടക്കുന്നുണ്ട്. എന്തായാലും കൊല്ലം നഗരത്തിൽ അല്പസമയത്തിനകം ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസുകാരൊക്കെ കാത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുവാനാണ് പോലീസിൻ്റെ തീരുമാനം. രാവിലെ തന്നെ ഇന്ന് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ഈ ദളിത് സംഘടനാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാരണം ഈ KSRTC ബസ്സുകൾ തടയാനാണ് എത്തിയത്. പക്ഷേ പോലീസ് അവിടെ നിന്ന് അവരെ മാറ്റുകയായിരുന്നു. അതേപോലെ തന്നെ ഈ കരുനാഗപ്പള്ളിയിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇത്തരത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കണം, അതായത് കുറ്റവാളികളെ കണ്ടെത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ തന്നെ പല കോണുകളിലെയും പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ ഹർത്താൽ ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ ആക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ വിവിധ ദളിത് സംഘടനകളും ഓരോ ജില്ലയിലും ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. നമ്മൾ ഓരോ ജില്ലയിലും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലത്തും ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലായി പ്രതിഷേധം ശക്തമാകുകയാണ്. പക്ഷേ നഗരത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മറ്റ് ഹർത്താലുകളെ പോലെ അല്ല. അതായത് പ്രവർത്തകരുടെ ഒരു കുറവ് ഈ നഗരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പ്രകടനം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കടകമ്പോളങ്ങൾ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊട്ടാരക്കരയിലും ഈ കുണ്ടറയിലും ഒക്കെ വിവിധ ഇടങ്ങളിലാണ് പ്രശ്നമായി വരുന്നത്. അതായത് ഓരോ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് കൂടുതൽ പ്രശ്നം. അവിടെ പോലീസ് കൂടുതലായും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ശരി മനോജ്, എന്തായാലും വളരെ വേഗം കൊച്ചിയിലേക്ക് കൂടി. കൊച്ചിയിലും സമാനമായ സ്ഥിതിയാണ്. പല ഇടങ്ങളിലാണ് പ്രശ്നം, പൂർണ്ണമായിട്ടുമല്ല. ജിജീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജിജീഷ്, എങ്ങനെയാണ് ഹർത്താൽ 4 മണിക്കൂർ പിന്നിടുമ്പോൾ അവിടെ? രാഗി, 4 മണിക്കൂർ പിന്നിടുമ്പോൾ ഹർത്താൽ പൊതുവെ സമാധാനപരം, അതോടൊപ്പം തന്നെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കാതെയും മുന്നോട്ട് പോകുന്ന ഒരു ഹർത്താൽ എന്ന് തന്നെ പറയാൻ കഴിയും. സാധാരണ നിലയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം തന്നെ പോകുന്നത്. വാഹനങ്ങൾ നിരത്തുകളിലുണ്ട്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ആളുകൾ കുറഞ്ഞപ്പോൾ ഏതാനും സർവീസുകൾ റദ്ദാക്കിയതൊഴിച്ചാൽ സാധാരണ നിലയിൽ തന്നെയാണ് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് ആരംഭിക്കുന്നത്. നേരത്തെ തന്നെ സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്ന് ഹർത്താലിൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യം അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ KSRTC സർവീസുകൾ അത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി സർവീസ് നടത്തുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നില്ല. ഒപ്പം കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഹർത്താലിൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യം. 52ഓളം ദളിത് സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട വാഹനങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് പറവൂരിൽ
KSRTC ബസ്സുകളടക്കം തടയാൻ സമരക്കാർ ശ്രമിച്ചു. പിന്നീട് ഇവരെ പോലീസ് എത്തി ആ സ്ഥലത്ത് നിന്ന് നീക്കി. എന്നാൽ അതിനുശേഷം വീണ്ടും വാഹനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ തടഞ്ഞിട്ടില്ല. മധ്യകേരളത്തിൽ പൊതുവെയും ഇത്തരത്തിൽ സമാധാനപരമായി തന്നെയാണ് ഹർത്താൽ മുന്നോട്ട് പോകുന്നത്. പല സംഘടന, പ്രത്യേകിച്ച് വ്യാപാരി സംഘടനകളാണെങ്കിലും സ്വകാര്യ ബസ് ഉടമകളാണെങ്കിലും എല്ലാം തന്നെ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ സമരം കാര്യമായി ജനജീവിതത്തെ ബാധിച്ചില്ല. സമരം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അതേപടി നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് സമരത്തിൽ പങ്കെടുക്കാത്തത് എന്ന കാര്യം ഈ സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആളുകൾ എല്ലാം തന്നെ ഓഫീസുകളെല്ലാം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ ഓഫീസുകളടക്കം സാധാരണ നിലയിൽ തന്നെയാണ്.